Hello, my dear butterflies. How are you? All of you fine? Welcome to Teaching with Mentoring. എന്തൊക്കെയുണ്ട് എൻ്റെ മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആനുവൽ എക്സാമിൻ്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെല്ലാവരും റെഡിയല്ലേ? നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ദർ ഈസ് എ കൂൾ ഓഫ് ടൈം ഓഫ് 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് ടൈം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമായിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫോർ റീഡിങ് ദി ക്വസ്റ്റ്യൻ പേപ്പർ. ഈ സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അറ്റംപ്റ്റ് എനി 5 ആക്ടിവിറ്റീസ്. 5 ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി ആക്ടിവിറ്റി 1 റീഡിങ് കോംപ്രിഹെൻഷൻ. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ പോം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ബിലോ. ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് അതിനടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഈ പോം ഒന്ന് വായിച്ച് നോക്കാം. ദ സ്കൈ ഈസ് ഡാർക്ക് ആൻഡ് ദി ഗ്രൗണ്ട് ഈസ് വൈറ്റ്. ദ വേർഡ് ഈസ് പീസ്ഫുൾ ഓൺ ദി windy night, no one around, not a sound to be heard, not a laugh, not a car, not even a bird. For a moment it is just the snow and me. I smile inside, I feel so free. എന്താണ് ഇവിടെ പറയുന്നത്? ദ സ്കൈ ഈസ് ഡാർക്ക് ആൻഡ് ദി ഗ്രൗണ്ട് ഈസ് വൈറ്റ്. ആകാശം ഇരുണ്ടതാണ്. ദ സ്കൈ ഈസ് ഡാർക്ക് ആൻഡ് ദി ഗ്രൗണ്ട് ഈസ് വൈറ്റ്. ആകാശം ഇരുണ്ടതാണ്, നിലം വെളുത്തതുമാണ്. ദ വേർഡ് ഈസ് പീസ്ഫുൾ ഓൺ ദിസ് വിൻഡി റൈറ്റ്. ലോകം ശാന്തമാണ്. ദ വേർഡ് ഈസ് പീസ്ഫുൾ. ലോകം ശാന്തമാണ്, നല്ല ശാന്തമായിട്ടുള്ള ലോകമാണ്. ഓൺ ദിസ് വിൻഡി റൈറ്റ്. ഈ തണുത്ത ഈ ശൈത്യകാല രാത്രിയിൽ ലോകം നല്ല പീസ്ഫുള്ളാണ്. നോൺ എറൗണ്ട്. ചുറ്റും ആരുമില്ല. നോട്ട് എ സൗണ്ട് ടു ബി ഹിയർഡ്. ഒന്നും ഒരു ശബ്ദവും കേൾക്കാനില്ല. നോട്ട് എ ലാഫ്. ചിരിയില്ല. നോട്ട് എ കാറില്ല. നോട്ട് ഈവൺ എ ബേർഡ്. ഒരു പക്ഷി പോലുമില്ല. ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക്. ഇറ്റ് ഈസ് ജസ്റ്റ് ദി സ്നോ ആൻഡ് മീ. ഒരു നിമിഷത്തേക്ക് അത് ഞാനും മഞ്ഞും മാത്രം. ഐ സ്മൈൽ ഇൻസൈഡ്, ഐ ഫീൽ സോ ഫ്രീ. ഐ സ്മൈൽ ഇൻസൈഡ്. ഞാൻ ഉള്ളിൽ ചിരിച്ചു. ഐ ഫീൽ സോ ഫ്രീ. എനിക്ക് നല്ല സ്വാതന്ത്ര്യം തോന്നി. ഇനി ഇതിനടിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് നോക്കാം. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്നും 2 റൈമിംഗ് വേർഡ്സ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും റൈമിംഗ് വേർഡ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഇതിൽ കുറേ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അതിൽ ഗ്രൗണ്ട്, സൗണ്ട്. ഇത് നമുക്ക് എഴുതാം. ഗ്രൗണ്ട്, സൗണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ സ്കൈ അപ്പിയർ. നമ്മുടെ സ്കൈ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ആകാശം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഹൗ ഡസ് ദ സ്കൈ അപ്പിയർ. ആകാശം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ സ്കൈ അപ്പിയർ ഡാർക്ക്. ദ സ്കൈ ഈസ് ഡാർക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതുക? ദ സ്കൈ അപ്പിയർ ഡാർക്ക്. ഇനി എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് സീസൺ ഈസ് മെൻഷൻഡ് ഇൻ ദി പോയം. ഏത് സീസണെയാണ് ഈ പോമിൽ മെൻഷൻ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? വിൻ്റർ സീസണെയാണ് ഈ പോമിൽ സൂചിപ്പിക്കുന്നത്. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ വിൻഡി റൈറ്റ് ഈസ് പീസ്ഫുൾ. എന്തുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് ശൈത്യകാല രാത്രി നല്ല പീസ്ഫുള്ളാണെന്ന് പറയുന്നത്? ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി പോയം. നല്ലൊരു സ്യൂട്ടബിളായിട്ടുള്ള, നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു ടൈറ്റിൽ ഈ പോമിന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ടൈറ്റിലും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എ വിൻ്റർ നൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 പോകാം. കോൺവെർസേഷൻ. ഇറ്റ് വാസ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം യസുക്കി-ചാൻ എവർ ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. യസുക്കി-ചാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു മരം കയറുന്നത് അതായിരുന്നു. ഹി വാസ് വെരി ഹാപ്പി. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ഓൺ ദ വേ ബാക്ക് ഹി ഡിസൈഡഡ് ടു ടെൽ എവറിത്തിങ് ടു ദി ഹെഡ് മാസ്റ്റർ. അവൻ മടങ്ങുമ്പോൾ അവൻ ഹെഡ് മാസ്റ്ററോട് എല്ലാം പറയാൻ തീരുമാനിച്ചു. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ യസുക്കി-ചാൻ ആൻഡ് ദി ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററും യസുക്കി-ചാനും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. യസുക്കി-ചാൻ: ഗുഡ് മോർണിംഗ്. ഹെഡ് മാസ്റ്റർ: ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? യസുക്കി-ചാൻ:
fine. I am very happy today. Headmaster, what happened? Yasuki-chan, today I have climbed a tree. Headmaster, is it true? Yasuki-chan, yes, I have climbed a tree with the help of Toto-chan. Headmaster, how did you manage your leg? Yasuki-chan, Toto-chan brought a step ladder. She helped me. Headmaster, Toto-chan did a great thing. Both of you are safe. Thank God. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 പോകാം. ആക്ടിവിറ്റി 3 എന്താണ്? ആക്ടിവിറ്റി 3 പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ടോട്ടോച്ചാൻ ആൻഡ് യാസുക്കി-ചാൻ ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ. ടോട്ടോച്ചാനും യാസുക്കി-ചാനും മരത്തിന് മുകളിലോട്ട് കയറി. യാസുക്കി-ചാൻ വാസ് വെരി ഹാപ്പി. യാസുക്കി-ചാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സോ സം അമേസിങ് സൈറ്റ്സ്. ഹീ ലുക്ക്ഡ് അറൗണ്ട്, അവൻ ചുറ്റും നോക്കി. ആൻഡ് സോ സം അമേസിങ് സൈറ്റ്സ്, അവൻ അവിടെയുള്ള അമേസിങ് അത്ഭുതകരമായിട്ടുള്ള സൈറ്റുകളൊക്കെ കണ്ടു, കാഴ്ചകളെല്ലാം കണ്ടു. ദേ എൻജോയ്ഡ് ദ സൈറ്റ് ഓഫ് എ ഡിസ്റ്റൻറ്റ് വില്ലേജ്. അവർ അവിടെയുള്ള ആ ഡിസ്റ്റൻറ്റ് വില്ലേജ്, ദൂരെയുള്ള വില്ലേജിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്തു. ദ സീൻ ഈസ് ഗിവൺ ബിലോ. ആ സീനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദി പിക്ചർ. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ആ സീനാണ്. നിങ്ങൾ ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യാസുക്കി-ചാൻ ആൻഡ് ടോട്ടോ-ചാൻ സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. യാസുക്കി-ചാനും ടോട്ടോ-ചാനും മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ട്. ടോട്ടോ-ചാൻ ആൻഡ് യാസുക്കി-ചാൻ സോ ഓൾ ദ സൈഡ്സ് ഓഫ് ദി വില്ലേജ്. ടോട്ടോ-ചാനും യാസുക്കി-ചാനും ആ വില്ലേജിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദെയർ വാസ് എ ലേക്ക് ഇൻ ദാറ്റ് വില്ലേജ്. ആ വില്ലേജിൽ ഒരു തടാകമുണ്ട്. 2 ducks are bathing in that lake. 2 ഡക്സുകൾ, 2 താറാവുകൾ ആ തടാകത്തിൽ കുളിക്കുന്നുണ്ട്. There are 2 rabbits. അവിടെ 2 റാബിറ്റ്സ് ഉണ്ട്, 2 മുയലുകളുണ്ട്. 3 birds are flying on the sky. 3 പക്ഷികൾ പറക്കുന്നുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 പോകാം. ആക്ടിവിറ്റി 4 എന്താണ്? ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. The rats became a serious problem at Hamlin in Germany. ജർമ്മനിയിലെ ഹാംലിൻ പ്രദേശത്തെ എലികൾ ഗുരുതര പ്രശ്നമായി തീർന്നു. The mayor was in dilemma. മേയർ ആശയക്കുഴപ്പത്തിലായി. He decided to publish a notice inviting plans to drive the rats from the city. എലികളെ തുരത്താനുള്ള പദ്ധതികൾ ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹി ഓൾസോ അനൗൺസ്ഡ് ദാറ്റ് ദ വിന്നർ വുഡ് ബി ഗിവൺ 10,000 ഗോൾഡ് കോയിൻ. 10,000 ഗോൾഡ് കോയിൻ നൽകാമെന്നും വിജയികൾക്ക് നൽകാമെന്നും അദ്ദേഹം തീരുമാനിച്ചു. പ്രിപ്പയർ ദി ലേക്ക്ലി നോട്ടീസ്. ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? റാറ്റ്സ് പ്രോബ്ലം അറ്റ് ഹാംലിൻ ഇൻ ജർമ്മനി. ഇനി അത് നടന്ന ഡേറ്റും സ്ഥലവും വ്യക്തമാക്കണം. 13 മാർച്ച് ഹാംലിൻ ടൗൺ വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. ഹാംലിൻ ടൗണിൽ നിറയെ എലികളായിരുന്നു. ദേ വർ ഇൻ ഹൗസസ്, ഇൻ ഷോപ്സ്, സ്കൂൾസ് ആൻഡ് ഇൻ എവരി സ്ട്രീറ്റ്. അവ എവിടെയൊക്കെ ഉണ്ടായിരുന്നത്? വീടുകളിലുണ്ടായിരുന്നു, സത്രങ്ങളിലും ഷോപ്പുകളിലും സ്കൂളുകളിലും എല്ലാം എലികളായിരുന്നു. ഇൻ എവരി സ്ട്രീറ്റ്, എല്ലാ സ്ട്രീറ്റിലും എലികളായിരുന്നു. റാറ്റ്സ് ബിക്കം എ സീരിയസ് പ്രോബ്ലം. എലികൾ ഒരു പ്രശ്നമായി തീർന്നു. എവരിവൺ വാണ്ടഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. എല്ലാവർക്കും ഇതിനൊരു സൊല്യൂഷൻ കാണണം. ദ മേയർ അനൗൺസ്ഡ് അറ്റ് ദി വിന്നർ വുഡ് ഗിവൺ 10,000 ഗോൾഡ് കോയിൻ. അപ്പോൾ ഈ നോട്ടീസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് മക്കൾ കണ്ടുപിടിക്കണം കേട്ടോ. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് മക്കൾ കണ്ടുപിടിച്ചിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 പോകാം. ആക്ടിവിറ്റി 5 ഒരു ഡയറി എഴുതാനാണ്. റിക്കി ടിക്കി ദ മംഗോസ് സേവ്ഡ് ദ എൻറ്റയർ ഫാമിലി ഫ്രം നാഗ ആൻഡ് നാഗിന. റിക്കി ടിക്കി ആ ഫാമിലിയെ മുഴുവനായിട്ടും നാഗും നാഗിനയിൽ നിന്നും രക്ഷിച്ചു. ഇവിടെ നാഗും നാഗിന എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാമ്പുകളെയാണ് കേട്ടോ. ടെഡി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് റിക്കി ടിക്കി. ടെഡി തൻ്റെ സുഹൃത്ത് റിക്കി ടിക്കിയെ ഓർത്ത് അഭിമാനിച്ചു. ദാറ്റ് നൈറ്റ് ടെഡി റോട്ട് അബൌട്ട് ദിസ് ഇൻസിഡൻറ്റ് ഇൻ ഹിസ് ഡയറി. അന്നു രാത്രി ഈ സംഭവത്തെക്കുറിച്ച് ടെഡി തൻ്റെ ഡയറിയിൽ എഴുതി. പ്രിപ്പയർ ദി ലേക്ക്ലി ഡയറി എൻട്രി. ആ ഡയറി എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം
ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും ഡേയും എഴുതണം. ഇവിടെ 20 മാർച്ച് 2021 സാറ്റർഡേ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവിടെ മാർച്ച് എന്നിടത്ത് എച്ച് വിട്ടു പോയിട്ടുണ്ട്. അതെൻ്റെ കീബോർഡിലെ ഒരു പ്രശ്നം കൊണ്ടാണ് വിട്ടു പോയിട്ടുള്ളത്. നമ്മുടെ ഡയറിയിൽ ചില സ്ഥലത്തൊക്കെ എച്ച് വിട്ടു പോയിട്ടുണ്ട്. അതെല്ലാം മക്കൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്കല്ല, ചെറിയ കീബോർഡിലൊരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. A scary incident happened in my house today. 2 snakes were endangering my family. That time my pet Ricky jumped on the snake and hurt him. During this fight, the father came and killed the snake. My family and Ricky escaped the snake. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 പോകാം. ആക്ടിവിറ്റി 6 എന്താണ്? എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോവിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഈ പാസേജിൽ കുറച്ച് വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടാകും. അത് നിങ്ങൾ തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ജയലക്ഷ്മി വാസ് എ ഗിഫ്റ്റഡ് സിംഗർ. ഇവിടെ വാസ് എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണ് വേണ്ടത്? വിജയലക്ഷ്മി ഈസ് എ ഗിഫ്റ്റഡ് സിംഗർ എന്നാണ് വേണ്ടത്. അതുപോലെ ഷീ ഈസ് ബ്ലൈൻഡ് ഇൻ ബർത്ത്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ വേണ്ടത്? ഇൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? ബൈ ബർത്ത് എന്നാണ് വേണ്ടത്. അതുപോലെ റൈറ്റ് ഫ്രം ഹെർ ചൈൽഡ്ഹുഡ് എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് വേണ്ടത്? അവിടെ നമുക്ക് ചൈൽഡ്ഹുഡ് എന്നുള്ളത് സ്പെല്ലിംഗ് തെറ്റിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ CHILDHOOD എന്നാണ് വേണ്ടത്. അതുപോലെ ഷീ ഷോഡ് എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് ഇൻ സിംഗിങ്. ഹീ കുഡ് ഈസിലി ഐഡൻറ്റിഫൈ. അവിടെ ഹീ എന്നുള്ളിടത്ത് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഷീ എന്നാണ് വേണ്ടത്. ഷീ കുഡ് ഈസിലി ഐഡൻറ്റിഫൈ ദ ഓഫ് രാഗ എ സോങ്. അവിടെ എന്താണ് വേണ്ടത്? ഓഫ് എ രാഗ എ സോങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് രാഗ ഓഫ് എ സോങ് എന്നാണ് വേണ്ടത്. ഈവൺ ഇഫ് ഹെഡ് ഓഫ് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക.